അപ്പൊ നമ്മള് ഇത് കേക്ക് കവർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. താഴെ അതാ നമ്മൾ ടേൺ ടേബിളില് പ്ലാസ്റ്റിക് റാപ്പർ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോർഡ് ഇവിടെ നനങ്ങാതെ ഇവിടെ നീക്കാതെ ഇവിടെ ഇരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ പറഞ്ഞില്ല പല കളറിലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിൽ ക്രീം ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാത് നമ്മൾ പ്രോസസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പൊ ഞാൻ 4 കളേഴ്സ് എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കളർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ലൈറ്റ് കളേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യും. ഒരുപാട് ഡാർക്ക് കളേഴ്സ് നമ്മൾ കേക്കിൽ കൊടുക്കാതിരിക്കുക, കാരണം എന്തായാലും കളറാണല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മാക്സിമം കളേഴ്സ് അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇനി വലിയ അത്രയും ഡാർക്ക് കളേഴ്സ് ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. കസ്റ്റമറിനോട് പറഞ്ഞ് പ്രത്യേകം റിക്വസ്റ്റ് പ്രകാരം മാത്രമേ അങ്ങനെ ചെയ്യലുള്ളൂ കേട്ടോ. നമ്മൾ മാക്സിമം കളേഴ്സ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇത് ഡിസൈനിലെല്ലാം പഠിപ്പിക്കുമ്പോഴെല്ലാം അറിയണല്ലോ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതാണ് കേട്ടോ. താഴെ ഞാൻ ലൈറ്റ് പിങ്ക് കളറിലുള്ള ഇതാണ് താഴെ കൊടുക്കണത്. ഒരു ലെയർ നമ്മൾ എന്ത് ചെയ്യുക, താഴെ ഒരു പൈപ്പിംഗ് ബാഗിലുള്ളത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഈ നെക്സ്റ്റ് ലെയർ ഏത് കളറാണോ നമുക്ക് വേണ്ടെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ലൈറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, അത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഒരു ആഷ് കളറിന്റെ ഇതാ കൊടുക്കുന്നത് കേട്ടോ, ഒരു ലൈറ്റ് ആഷ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഈ ആഷ് കളർ കിട്ടാൻ നമുക്ക് നമ്മൾ നോർമൽ ക്രീമില് ബ്ലാക്ക് 2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ആഷ് കളർ കിട്ടും. അപ്പൊ ഇതിലിപ്പോ ഞാൻ എടുത്തുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി ക്രീം കളർ ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒക്കെ 2 ഡ്രോപ്പ് മാത്രമാണ് ഈ ഒരു ക്രീമിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓരോ ലെയർ ഓരോ കളറിലായിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയായിട്ടും ജസ്റ്റ് ക്രീം വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ മൾട്ടി കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ കളർ ഉപയോഗിക്കുന്ന കേക്കുകളാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പാടില്ല. ഒരേ ഡയറക്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തിരിച്ചു കൊടുക്കുക കേട്ടോ. ഒരേ ഡയറക്ഷനിൽ മാത്രം തിരിക്കുക, അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കഴിയുമ്പോൾ ഈ കളർ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇതുപോലെ കറക്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ, മുകൾ ഭാഗം ഏകദേശം സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നൈഫ് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് അതുപോലെ സൈഡിൽ പിടിച്ചത് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കാം. എന്നിട്ട് ഈ എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു ക്രീം ഇത് നമുക്ക് ഇതൊന്ന് മാറ്റാം. അങ്ങനെ ഒരു 4-5 തവണ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി വീണ്ടും ചെയ്യാം. ഒരേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക, തിരിച്ചൊന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് അങ്ങനെ ചെയ്യാണ്ട് കറക്റ്റ് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ പല കളറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്കത് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. സൈഡ് ഭാഗം ഏകദേശം ലെവലായിട്ടുണ്ട്. ഇനി ഈ മുകളിലത്തെ ഇതൊക്കെ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കൊടുക്കരുത്. ലൈറ്റ് ആയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് ക്രീമിന്റെ കുറവുണ്ട്, അപ്പൊ അത് ഞാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ ഈ ഒരു ആഷ് കളർ ആഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഈ ഒരുപാട് എക്സസൈസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തുടച്ചെടുക്കരുത്. ആദ്യം ആ ക്രീമിനെ കുറച്ച് അവിടുന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സൈഡ് ഇങ്ങനെ എടുക്കട്ടെ. അതല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് മുഴുവനായിട്ടും ബാക്കിയുള്ള കളറിലേക്ക് ഇത് സ്പ്രെഡ് ആയി പോകും. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്യും. ഇതുപോലെ ഒന്ന് ഇങ്ങനെ കറക്കിയെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കേക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഫിനിഷിങ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രേപ്പർ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് വരുന്ന മറ്റേ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു കുണുക്ക് പോലെ വരുന്ന ടൈപ്പ്, അത് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് തന്നെ മതിയെങ്കിൽ ഇതുപോലെ സ്ക്രേപ്പർ യൂസ് ചെയ്ത് ഒന്നും കൂടെ നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ സ്ക്രൈപ്പർ യൂസ് ചെയ്യരുത്. ആദ്യം നമ്മൾ ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്യുക. എന്നിട്ട് സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ് ചെയ്തെടുക്കുക. അതല്ല നമ്മൾ ആദ്യം തന്നെ സ്ക്രൈപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എയർ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കറക്കി കൊടുത്തു കഴിയുമ്പോൾ കേക്ക് ഫിനിഷ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് ചെയ്യണില്ല, കാരണം നമുക്ക് ഇവിടെ ടോപ്പർ വെച്ചെടുക്കാനുള്ളത്. ഞാനിപ്പോൾ എന്തായാലും ഒരു റെയിൻബോന്റെ ടോപ്പർ ഇതിൽ വെച്ചെടുക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ അവിടെ എന്തെങ്കിലും വേറെ ഡിസൈൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് കറക്റ്റ് ചെയ്തോളണമെന്നില്ല. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഐസിങ്ങിന്റെ ഫ്രോസ്റ്റിങ്ങിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. 4 കളറിലായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ എക്സസൈസ് നിൽക്കണം. ഈ ഒരു ക്രീമുകളൊക്കെ ഒന്ന് അതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പൊ ഈ കേക്കിൽ നമ്മൾ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ സ്റ്റിക്കേഴ്സ് ചെയ്യുന്നതിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരു റെയിൻബോന്റെ ടോപ്പർ സെന്ററിലായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ റെയിൻബോന്റെ സ്റ്റിക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗേള് രണ്ടിങ്ങനെ ബലൂണൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു സ്റ്റിക്കർ നമ്മൾ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ ചെറിയ ടോപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ടോപ്പേഴ്സ് നമുക്ക് പല സൈസിലുള്ളതുണ്ട്. ഇത് ചെറിയ സൈസിലുള്ള ടോപ്പറാണ് കേട്ടോ. അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ നെയിം ഒക്കെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ താഴ്ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് നെയിം എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.